നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ആനന്ദപുരം ഷാപ്പിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ അനിയനെ തലക്കിടിച്ച് കൊലപ്പെടുത്തിയ ജ്യേഷ്ഠൻ അറസ്റ്റിൽ. പുതുക്കാട് റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് കിഫ്ബിയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതി ലഭിച്ചതായി KK രാമചന്ദ്രൻ MLA. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് പ്രാർത്ഥനാഞ്ജലിയുമായി നാടെങ്ങും ചടങ്ങുകൾ. സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയത്തോടെ ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിക്കുകയാണ് പറപ്പൂക്കര മുത്രത്തിക്കര ഗ്രാമത്തിന്റെ അഭിമാനമായ ഗംഗ. വിശദമായ വാർത്തകളിലേക്ക്. ആനന്ദപുരം ഷാപ്പിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ അനിയനെ തലക്കിടിച്ചു കൊലപ്പെടുത്തിയ ജ്യേഷ്ഠൻ അറസ്റ്റിൽ. ആനന്ദപുരം സ്വദേശി കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ 32 വയസ്സുള്ള വിഷ്ണുവാണ് പിടിയിലായത്. 30 വയസ്സുള്ള യദുകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. ചാലക്കുടി DYSP K സുമേഷിന്റെയും പുതുക്കാട് SHO സജീഷ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ആനന്ദപുരത്തെ പാടത്തിനടുത്തുള്ള മരുന്ന് കമ്പനിക്ക് സമീപത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളുടെ മുഖത്തും കഴുത്തിലും പരിക്കുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിനിടെ ദേഹാസ്വസ്ഥമുണ്ടായ വിഷ്ണുവിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ബുധനാഴ്ച രാത്രി ആനന്ദപുരം കള്ളുഷാപ്പിലാണ് സംഭവം നടന്നത്. ഇവരുടെ വീട്ടിൽ വെച്ച് അന്നേ ദിവസം രണ്ടാനച്ഛനുമായി വിഷ്ണു തർക്കം നടന്നിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ജ്യേഷ്ഠനും അനുജനും തമ്മിലും തർക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം ഷാപ്പിൽ വെച്ച് വീണ്ടും തർക്കം ഉടലെടുത്തത്. ഷാപ്പിൽ നിന്നും കള്ളും കുപ്പിയും പട്ടികയും എടുത്താണ് ജ്യേഷ്ഠൻ വിഷ്ണു അനുജൻ യദുകൃഷ്ണന്റെ തലയിലും ദേഹത്തും മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഗുരുതര പരിക്കേറ്റ യദുകൃഷ്ണനെ പിന്നീട് ആംബുലൻസ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രാത്രി 11 മണിയോടെ മരണപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തുന്നതിന് മുൻപേ വിഷ്ണു സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇയാൾ പോലീസിന്റെ പിടിയിലായി. സബ് ഇൻസ്പെക്ടർമാരായ N പ്രദീപ്, കൃഷ്ണൻ, ലിജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, സുജിത്, അജി, ഷഫീഖ്, ദീപക്, സിവിൽ പോലീസ് ഓഫീസർമാരായ സിനീഷ്, കിഷോർ, നവീൻ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ആനന്ദപുരത്ത് കള്ളുഷാപ്പിൽ വെച്ച് സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ജ്യേഷ്ഠൻ അനുജനെ തലക്കിടിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിൽ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കം. കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ വിഷ്ണുവും യദുകൃഷ്ണനും തമ്മിൽ സ്വത്ത് പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം വാക്കുതർക്കമാണ് ഉണ്ടായത്. പിന്നീട് ഈ തർക്കം കയ്യാങ്കളിയിലേക്ക് മാറി. വിഷ്ണു മരത്തടിയും കള്ളും കുപ്പിയും ഉപയോഗിച്ച് യദുവിന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട യദുവിന്റെ മരണം സ്ഥിരീകരിച്ച വ്യാഴാഴ്ച പുലർച്ചെയാണ്. അനുജനെ അപായപ്പെടുത്തിയ ശേഷവും വിഷ്ണു ആനന്ദപുരം ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. പല സുഹൃത്തുക്കളോടും താൻ അനുജനെ വകവരുത്തിയെന്ന് പറയുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിൽ നടന്ന തിരച്ചിലിനൊടുവിലാണ് വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിഷ്ണുവിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അടിപിടി, മോഷണം, വീട് കയറി ആക്രമണം എന്നീ 3 ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പുതുക്കാട് റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് കിഫ്ബിയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതി ലഭിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. പുതുക്കാട് റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് റെയിൽവേയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായ മാറ്റങ്ങൾ വരുത്തി RBDCK സമർപ്പിച്ച പുതുക്കിയ എസ്റ്റിമേറ്റിന് കിഫ്ബിയുടെ സാമ്പത്തിക അനുമതി ലഭിച്ചു. നേരത്തെ ഇത് 37,73,37,954 രൂപയായിരുന്നു. സാങ്കേതിക അനുമതി ലഭ്യമാക്കി ഉടൻ പ്രവൃത്തി ടെൻഡർ ചെയ്യുമെന്ന് RBDCK അറിയിച്ചതായും MLA അറിയിച്ചു. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് പ്രാർത്ഥനാഞ്ജലിയുമായി നാടെങ്ങും ചടങ്ങുകൾ. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, രാജു തളിയപ്പറമ്പിൽ, സുധൻ കാരയിൽ, ഷാജു കാളിയങ്കര, വർഗീസ് തെക്കേത്തല, രതി ബാബു, ആൻസി ജോബി എന്നിവർ നേതൃത്വം നൽകി. അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. ഭീകരവാദികൾ നിരപരാധികളായ 35ഓളം ആളുകളെ നിഷ്കരണം
വെടി വെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം കാശ്മീരിലെ പഹൽഗ്രാമിൽ ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ ഭീകരവാദികൾ രാജ്യത്തിന് പുറത്തുനിന്ന് നുഴഞ്ഞു കയറി നമ്മുടെ രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, UPA സർക്കാർ അധികാരത്തിൽ ഒഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം ഭാരതത്തോട് പറഞ്ഞത് 1 വർഷത്തിനകം കശ്മീരിലെ തീവ്രവാദം തുടച്ചു നീക്കുമെന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ, പുൽവാമ സംഭവത്തിൽ ഉണ്ടായ എത്രയോ നിരപരാധികൾ കൊല്ലപ്പെട്ടു. ഇന്ത്യയിലെ പാവപ്പെട്ടവരെ വധിച്ച പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ മണ്ഡലതലത്തിൽ നടത്തുന്ന ഈ പ്രതിജ്ഞ പരിപാടിക്ക് പങ്കെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് BJP പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ പുഷ്പാർച്ചന നടത്തി. മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം അധ്യക്ഷൻ അരുൺ പന്തല്ലൂരിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി NR റോഷൻ, VV രാജേഷ്, വിജു തച്ചംകുളം, ജോയ് മഞ്ഞളി, നിശാന്ത്, KK പ്രകാശൻ, ഷാജി വല്ലച്ചിറ, ഡേവിസ് ചിറയത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കൊടകരയിൽ യോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രീയ സ്വയംസേവക സംഘം കൊടകര ഖണ്ഡ് സംഘ് ചാലക് NP ശിവൻ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി MV മധുസൂദനൻ, സംസ്ഥാന സമിതി അംഗം A രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു നിയമം അനുസരിച്ച് ജീവിക്കുമ്പോൾ സുപ്രീം കോടതി പറയുന്ന ഒരു നിയമം പോലും അവിടെ പാസ്സാക്കാതിരിക്കാനുള്ള നിയമം സ്വാതന്ത്ര്യം കൊടുത്തു. ആർട്ടിക്കിൾ 370 അതെടുത്ത് കളയാൻ ചങ്കുറ്റമുള്ളവൻ, നട്ടലുള്ളവൻ. ഭീകരവാദ പ്രവർത്തനം നടന്നാൽ അതിന്റെ അടിവേര് കണ്ടെത്തുന്നത് ഈ കേരളത്തിന്റെ മണ്ണിലാണ് എന്ന് പറയാൻ നമുക്ക് മടിയൊന്നും വേണ്ട. അത് യാഥാർത്ഥ്യമാണ്. സത്യസന്ധമായി അതിനെ വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാരതത്തിൽ എവിടെയെങ്കിലും ഒരു ഭീകരവാദ പ്രവർത്തനം നടന്നാൽ അതിന്റെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നന്ദിക്കര സെന്ററിൽ മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. സോമൻ മുത്രത്തിക്കര, സുധൻ കാറയിൽ, ഫ്രാൻസിസ് പടിഞ്ഞാറേത്ത്, NM പുഷ്പാകരൻ, ഉല്ലാസ് ബാബു പൊങ്കോത്ര, നാരായണൻകുട്ടി, മഹേഷ് മേനോൻ, രാധാ വിശ്വംഭരൻ, നന്ദകുമാർ കുളത്തൂർ, ബിജു പയ്യപ്പള്ളി, സത്യൻ പാട്ടത്തിൽ, KN രാജൻ, പോളി പറപ്പൂക്കര, കുഞ്ഞുവറീദ് നന്ദിക്കര, വിജയൻ കൈതവളപ്പിൽ, ബിജു ആന്റണി എന്നിവർ നേതൃത്വം നൽകി. സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയത്തോടെ ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിക്കുകയാണ് പറപ്പൂക്കര മുത്രത്തിക്കര ഗ്രാമത്തിന്റെ അഭിമാനമായ ഗംഗ. ഇഷ്ട സർവീസായ IAS ലഭിക്കും വരെ കഠിന പരിശ്രമം തുടരാനാണ് ഈ മിടുക്കിയുടെ തീരുമാനം. പറപ്പൂക്കര പഞ്ചായത്ത് 14-ാം വാർഡിൽ മുത്രത്തിക്കര കോടിയത്ത് ഗോപി ജയ ദമ്പതികളുടെ മകൾ ഗംഗയാണ് സിവിൽ സർവീസ് മോഹിച്ച് കഠിന പഠന വഴികളിലൂടെ നടന്ന് മികച്ച വിജയത്തിലേക്ക് എത്തിയത്. സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് ഉയർന്നുവന്ന ഗംഗ കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ്. സ്കൂൾ കാലം മുതൽ തന്നെ സാമൂഹിക സേവന രംഗത്ത് തൽപരയായ ഈ മിടുക്കി വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് സിവിൽ സർവീസ് പരീക്ഷയിലെ 786-ാം റാങ്ക് എന്ന തിളക്കത്തോടെ. ആനന്ദപുരം സെന്റ് ജോസഫ്സ് പബ്ലിക് സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം. ഇരിങ്ങാലക്കുട SNHSSൽ +2 ശേഷം സെന്റ് ജോസഫ് കോളേജിലായിരുന്നു ബിരുദ പഠനം. കോളേജിൽ മാഗസിൻ എഡിറ്ററായിരുന്നു. പഠനകാലത്ത് NCC യൂണിറ്റിൽ സജീവ പ്രവർത്തനം കാഴ്ചവെച്ചിരുന്ന ഗംഗ പ്രളയകാലത്തെ സേവന പ്രവർത്തനങ്ങളിലും മലക്കപ്പാറ ആദിവാസി ഊരുകളിലെ ക്ഷേമ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നതായി കോളേജ് അധികൃതർ പറഞ്ഞു. ഗംഗയ്ക്ക് സിവിൽ സർവീസ് രംഗത്തേക്ക് തിരിയാൻ മാർഗദർശികൾ ഉണ്ടായിരുന്നില്ല. ഡിഗ്രി പഠനകാലത്തെ ആഗ്രഹത്തിൽ വാശിയോടെ പഠിക്കുകയായിരുന്നു. 1 വർഷം തിരുവനന്തപുരത്തെ IAS അക്കാദമിയിൽ പഠിച്ചു. പിന്നീട് 4 വർഷം റീഡിംഗ് റൂമുകളിൽ ഒത്തുചേർന്ന് പഠനം. ഇതിനിടെ സിവിൽ സർവീസ് വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുത്തും പഠനത്തെ ഒപ്പം കൂട്ടി. പ്രതിബന്ധങ്ങളിൽ പിന്മാറാൻ പലരും നിർബന്ധിച്ചെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ പഠനത്തിൽ മുഴുകുകയായിരുന്നുവെന്ന് UK-യിൽ പബ്ലിക് റിലേഷൻ എക്സിക്യൂട്ടീവായ സഹോദരി ഗായത്രി പറഞ്ഞു. എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന കുടുംബമാണ് തന്റെ തണലെന്നും സാമ്പത്തികമായും മാനസികമായും അവർ അകമഴിഞ്ഞ് സഹായിച്ചുവെന്നും എല്ലാറ്റിനും അവസാനം അവരുടെ പ്രതീക്ഷകൾക്ക് വെളിച്ചമേകാനായി എന്ന ആത്മസംതൃപ്തിയാണ് തനിക്കുള്ളതെന്നും ഗംഗ പറയുന്നു. സിവിൽ സർവീസിൽ റാങ്ക് കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. ഇത് എൻ്റെ വിജയം മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും കൂടെ വിജയമാണ്.
എനിക്ക് കിട്ടിയ സ്വീകരണവും നാട്ടുകാരുടെ സന്തോഷം എല്ലാം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇനി ഇപ്പോൾ വരുന്ന സർവീസിൽ ജോയിൻ ചെയ്യണമെന്നും സർവീസ് അലൊക്കേഷൻ വന്നിട്ടില്ല, ജോയിൻ ചെയ്യണമെന്ന് തന്നെയാണ് തീരുമാനം. പക്ഷേ എൻ്റെ IAS എന്ന സ്വപ്നം ഞാൻ വിടുന്നില്ല, തുടർന്ന് പഠിക്കും, വീണ്ടും എഴുതുക തന്നെ ചെയ്യും. ഗംഗയുടെ നേട്ടത്തിൽ ആഹ്ലാദത്തിൽ അമരുകയാണ് മുത്രത്തിക്കര ഗ്രാമം. പുരസ്കാരങ്ങളും അഭിനന്ദനങ്ങളുമായി നാട് മുഴുവൻ ഒന്നിച്ചെത്തുമ്പോൾ അഭിമാനത്തിന്റെ നെറുകയിലാണ് പിതാവ് ഗോപിയും അമ്മ ജയയും. മകൾക്ക് ഇങ്ങനൊരു റാങ്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. മക്കളെൻ്റെ അഭിമാനമാണ്. ഒരു സാധാരണ ഒരു കൃഷിക്കാരന് ഇങ്ങനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ വളരെ അഭിമാനമാണ്. വളരെ സന്തോഷിക്കുന്നു. നിലവിൽ റവന്യൂ സർവീസ് തിരഞ്ഞെടുത്ത ഗംഗ IAS എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി കഠിന പരിശ്രമം തുടരാൻ ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനയോടെ പിന്തുണയുമായി കുടുംബവും നാടും ഒപ്പമുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയിലെ മികച്ച വിജയത്തോടെ മുത്രത്തിക്കര ഗ്രാമത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഗംഗ എന്ന മിടുക്കി. ഒരു IAS ഉദ്യോഗസ്ഥയായി ഭരണയന്ത്രം നിയന്ത്രിക്കുന്നതിൽ പങ്കാളിയാവുകയും ഒപ്പം അതുവഴി സമൂഹത്തിന് നന്മ ചെയ്യുകയുമാണ് ഗംഗയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുകളായി മാറട്ടെ ഈ വിജയം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. സിവിൽ സർവീസ് പരീക്ഷയിൽ 786 റാങ്കോടുകൂടി പാസ്സായ മുത്രത്തിക്കര കൂടിയത്ത് ഗോപിയുടെയും ജയയുടെയും മകളായ ഗംഗയെ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് EK അനൂപ് വീട്ടിലെത്തി അനുമോദിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ, പഞ്ചായത്ത് അംഗം ഷീന പ്രദീപ് എന്നിവർ സന്നിഹിതരായി. SNDP യോഗം കൊടുങ്ങ ശാഖയിൽ ഗുരുദേവ മണ്ഡപ സമർപ്പണവും ഗുരുദേവ പ്രതിഷ്ഠയും നടത്തി. അഖില ഭാരതീയ യജ്ഞസമിതി മുഖ്യ പുരോഹിതനും FCI ഡയറക്ടറുമായ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രികൾ ഗുരുദേവ പ്രതിഷ്ഠയും SNDP കൊടകര യൂണിയൻ സെക്രട്ടറി KV ദിനേശൻ മണ്ഡല സമർപ്പണവും നിർവഹിച്ചു. വെള്ളിക്കുളങ്ങര മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം നൌഫൽ ഭാക്കവി കളമശ്ശേരി, കൊടുങ്ങ റോസറി ഹിൽ ആശ്രമം സുപ്പീരിയർ ഫാദർ തോമസ് തടത്തിമാക്കൽ, മട്ടത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VS നിജിൽ, പഞ്ചായത്ത് അംഗങ്ങളായ KS സൂരജ്, KR ഔസേപ്പ്, SNDP ശാഖാ പ്രസിഡന്റ് ഹേമലത സുരേഷ്, സെക്രട്ടറി ഷാജു വിജയൻ എന്നിവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലയുടെ നേതൃത്വത്തിൽ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയെ സംബന്ധിച്ച് സംവാദവേദി സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ബ്ലോക്ക് പ്രസിഡന്റും ലൈബ്രറി കൗൺസിൽ അംഗവുമായ P തങ്കം അധ്യക്ഷയായി. ഫോറസ്ട്രി ശാസ്ത്രജ്ഞൻ ഡോക്ടർ K വിദ്യാസാഗർ, കൺവീനർ TN മുകുന്ദൻ, KS റാഫി, KV മനോജ്, M മോഹൻദാസ്, MK ബാബു, CV ജോസ്, CS മനോജ്, EK സത്യൻ, TM ശിഖാമണി, KK അനീഷ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. അടുത്ത വർഷം മുതൽ സബ്ജക്റ്റ് മിനിമം 5, 6, 7 ക്ലാസ്സുകളിലും നടപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. അതാത് UP ക്ലാസ് എഴുത്ത് പരീക്ഷകൾക്ക് പാസ്സാകാനും ഇനി മുതൽ മിനിമം മാർക്ക് തിട്ടപ്പെടുത്തുമെന്നാണ് സാരം. പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 8ാം ക്ലാസ്സിൽ വിജയകരമായി സബ്ജക്റ്റ് മിനിമവും തുടർ ക്ലാസുകളും നടപ്പാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ലഭിച്ച മികച്ച പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനമെന്ന് മന്ത്രി അറിയിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷയായിരുന്നു. വിതരണത്തിന് ശേഷം ഡോക്ടർ AV സൂര്യപ്രിയ മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗക്രമത്തെ സംബന്ധിച്ച് ക്ലാസ് നടത്തി. തുടർന്ന് സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കമ്പേടിക, സ്ഥിരം സമിതി അധ്യക്ഷൻ സലീഷ് ചെമ്പാറ, മേരിക്കുട്ടി വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തുഴൂക്കാട്ട്, സൈമൺ നമ്പാടൻ, ഹനിത ഷാജു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു PR എന്നിവർ സംസാരിച്ചു. വൈസ്മൻ ഇന്റർനാഷണൽ പുതുക്കാട് ടൗൺ ക്ലബ്ബ് പാലക്കാട് അഹല്യ ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന, ചികിത്സ, തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് എന്നിവ നടത്തും. പുതുക്കാട് SN ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പുത്തൂർ കാലടിയിൽ നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ സ്വകാര്യ ബസ്സിലിടിച്ച് ഓട്ടോ യാത്രക്കാരൻ മരിച്ചു. ബീഹാർ സ്വദേശി 50 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്.
ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടം. പുത്തൂരിൽ നിന്നും കുട്ടനെല്ലൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ ഇതേ ദിശയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ എതിരെ വന്ന് സ്വകാര്യ ബസ്സിലിടിച്ചു. അപകടത്തിൽ ബസ്സിനും ഓട്ടോറിക്ഷയ്ക്കും ഇടയിൽപ്പെട്ട പ്രമോദിന് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ ആംബുലൻസിൽ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുത്തൂർ കുരിശുമൂലയിലെ പച്ചക്കറിക്കടയിലെ ജീവനക്കാരനാണ് മരിച്ച പ്രമോദ്. തോണിപ്പാറ സ്വദേശിയായ ഓട്ടോ ഡ്രൈവറും സഹയാത്രക്കാരനും പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉള്ളൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി കാണാം ഇൻഫോ ടോക്ക്. ഒട്ടേറെ ഔഷധമൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് വെറ്റിലകൾ. വെറ്റിലയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇന്നത്തെ ഇൻഫോ ടോക്കിലൂടെ. ജലദോഷം, ആസ്മ, ശ്വാസകോശ സംബന്ധമായ അലർജികൾ, വാതം, ശ്വാസകോശം, പൊതുവെ അൾസർ, ചുമ എന്നിവയെ ശമിപ്പിക്കാൻ കഴിയുന്ന നിരവധി ഔഷധ ഗുണങ്ങൾ വെറ്റിലയ്ക്കുണ്ട്. വെറ്റിലയും കുരുമുളകും ദിവസവും രാവിലെ വെറും വയറ്റിൽ 8 ആഴ്ച തുടർച്ചയായി കഴിച്ചാൽ ശരീരഭാരം കുറയ്ക്കുവാൻ സാധിക്കും. വെറ്റിലയും കുരുമുളകും തിളപ്പിച്ചു കഴിക്കുന്നത് ആമാശയവേദന, അസിഡിറ്റി, ദഹനം, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കും. ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളുന്നതിനും ശരീരം മുഴുവൻ ശുദ്ധീകരിക്കുന്നതിനും ഇവ സഹായിക്കുന്നു. മുടിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വെറ്റില സഹായിക്കും. വെറ്റില നന്നായി അരച്ച് വെളിച്ചെണ്ണയിൽ കലർത്തി മുടിയിൽ പുരട്ടുക. ഇങ്ങനെ സ്ഥിരമായി ചെയ്യുന്നത് മുടികൊഴിച്ചിൽ നിയന്ത്രിക്കാൻ സഹായിക്കും. വായ്നാറ്റമുണ്ടെങ്കിൽ നന്നായി തിളപ്പിച്ച വെള്ളത്തിൽ വായ കഴുകുക. ഇത് പല്ലിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ, ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന ദുർഗന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുന്നതിന് സഹായിക്കും. മുഖത്ത് കുരുക്കൾ ഉണ്ടെങ്കിൽ വെറ്റില പൊടിച്ച് മുഖക്കുരുവിന് മുകളിൽ പുരട്ടുക. വെറ്റിലയിലെ ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയകൾ ഗുണങ്ങൾ മുഖക്കുരു കുറയാൻ സഹായിക്കുന്നു. തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് മുഖം കഴുകിയാലും മുഖക്കുരു മാറും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പും കൊടകര ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി പെയിന്റിംഗ്, ചുവർ ചിത്രകല, മോഹിനിയാട്ടം, നാടകം എന്നീ കലകളിൽ സൗജന്യ കലാപരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമുകൾ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലും ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04802751 എന്ന നമ്പറിൽ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെടുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. ഇഞ്ചക്കുണ്ട് കൊളുത്താപ്പിള്ളിൽ ഷിബു അന്തരിച്ചു. 50 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷൈജയാണ് ഭാര്യ. ആൻമരിയ, ആൻവിയ, ആൻഡ്രിയ, ആബേൽ എന്നിവർ മക്കളാണ്. വരാക്കര പാലക്കുന്ന് ഏരിയക്കാടൻ ശശി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വത്സയാണ് ഭാര്യ. മക്കൾ സൂരജ്, സൂര്യ. പ്രധാന വാർത്തകൾ വീണ്ടും. ആനന്ദപുരം ഷാപ്പിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ അനിയനെ തലക്കിടിച്ച് കൊലപ്പെടുത്തിയ ജ്യേഷ്ഠൻ അറസ്റ്റിൽ. പുതുക്കാട് റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് കിഫ്ബിയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതി ലഭിച്ചതായി കെ രാമചന്ദ്രൻ MLA. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് പ്രാർത്ഥനാഞ്ജലിയുമായി നാടെങ്ങും ചടങ്ങുകൾ. സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയത്തോടെ ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിക്കുകയാണ് പറപ്പൂക്കര മുത്രത്തിക്കര ഗ്രാമത്തിന്റെ അഭിമാനമായ ഗംഗ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.